മഹാനായ നബിയുല്ലാഹി സക്കരിയ നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളെ ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്തത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഇതിനാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അത്രമാത്രം ദുആ ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടി ഖഫിയായി കൊണ്ട് രഹസ്യമായി താണു കേണ് മഹാനവറുകൾ അപേക്ഷിച്ചു എന്ന് ഖുർആൻ പറയുകയാണ്. അപ്പൊ ആ വിധത്തിലായിരിക്കണം ദുആഇനെ നാം കാണേണ്ടത് എന്നാണ് മറ്റൊരു അദബ്. ദുആഇന്റെ ധാരാളം അദബുകൾ നമ്മൾ പറഞ്ഞു. അടുത്ത അദബ് അയ്യതവസ്സല ബിഅമലിൻ സ്വാലിഹ്, ഒരു നല്ല കർമ്മം കൊണ്ട് ദുആഇന് മുമ്പ് നാം അല്ലാഹുവിലേക്ക് സമർപ്പിക്കുക എന്നാണ്. അപ്പൊ ഖുർആൻ ഓതുക, അതുകൊണ്ടാണ് നമ്മൾ അൽ ഫാത്തിഹ എന്ന് പറയുന്നത്. ഖുർആൻ ഓതുക എന്നത് അതിൻ്റെ ഒരു മാർഗമാണ്. ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യുമ്പോൾ ആ ദുആഇന് അല്ലാഹു ഉത്തരം നൽകും. അതുപോലെ തന്നെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഊഹു ബിഹാ, ദുആ ചെയ്യുന്ന അവസരത്തിൽ അസ്മാഉൽ ഹുസ്ന ഉൾപ്പെടുത്തുക. അല്ലാഹുവിന്റെ നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ വെച്ച് അല്ലാഹുവോട് തവസ്സുലാക്കുക, എന്നാൽ ഉത്തരം കിട്ടും. ദുആ ചെയ്യുന്നതിന് മുമ്പ് സ്വതക്ക നൽകുക, അത് ദുആന് ഉത്തരം കിട്ടാൻ കാരണമാണ്. ദുആക്ക് മുമ്പ് മഹാന്മാരെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യുക, ആ ദുആന് ഇജാബത്ത് കിട്ടാൻ കാരണമാണ്. ദുആ ചെയ്യുന്നതിന് മുമ്പ് നല്ല നല്ല കർമ്മങ്ങൾ, നേരത്തെ നമ്മൾ ചെയ്തിരുന്ന വലിയ കർമ്മങ്ങൾ നമുക്ക് ഉറപ്പാണ് അല്ലാഹുവിന്റെ അടുക്കൽ അത് പലപ്പോഴും അത് സ്വീകരിക്കാൻ കാരണമായിട്ടുണ്ട് എന്ന്. അങ്ങനെയുള്ള കർമ്മങ്ങൾ മുൻനിർത്തി ദുആ ചെയ്യുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വലിയ ഒരു ചരിത്രം സ്വഹീഹ് ബുഖാരി അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 പേർ ഗുഹയിൽ അകപ്പെടുകയും ആ ഗുഹ തുറക്കാൻ കഴിയാത്ത വിധം പ്രയാസപ്പെടുകയും ചെയ്തപ്പോൾ ഒരു കല്ല് വന്ന് അടയുകയാണ്. അവർ ദുആ കൊണ്ട് രക്ഷപ്പെട്ടത് അവർ മുൻകാലത്ത് ചെയ്ത അമലുകൾ കൊണ്ടായിരുന്നു. അവർ ആ അമലെടുത്തിട്ട് അല്ലാഹുവേ, ഞങ്ങൾ അന്ന് ചെയ്തത് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷ നൽകണേ എന്ന് പറഞ്ഞപ്പോൾ കായബലം കൊണ്ട്, ശരീരത്തിന്റെ കായികമായ അധ്വാനം കൊണ്ട് ഒരിക്കലും തള്ളി നീക്കാൻ കഴിയാത്ത വലിയ പാറക്കല്ല്, ആ പാറക്കല്ല് ഓട്ടോമാറ്റിക്കായി വന്നിടത്തേക്ക് തന്നെ പോയി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്താൽ ദുആന് ഇജാബത്ത് കിട്ടും. അത് ദുആഇന്റെ അദബാണ്. അല്ലാഹു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഞങ്ങൾ പറഞ്ഞു കേട്ടതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ.